അധികം മുന്നൊരുക്കങ്ങളൊന്നുമില്ലാതെ അമ്മ അടുക്കള പാചകം ചെയ്യുന്നത് കണ്ടുകൊണ്ട് കയറി ചെന്നതാണ്. അന്നേരം കൊണ്ട് നല്ല കുടമ്പുളി ഇട്ട നല്ല അടിപൊളി ചൂരക്കറി വെക്കുന്നു. കൂട്ടത്തിൽ നല്ല അടിപൊളി കുഴച്ച് വേവിച്ച കപ്പയും. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് എന്നാൽ പിന്നെ അതായേക്കാമെന്ന് കരുതി. ഇന്ന് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്യുന്നതല്ല കേട്ടോ. അപ്പോൾ അമ്മ അടുക്കളയിൽ എന്തോ പാചകം ചെയ്യുന്നത് കണ്ടുകൊണ്ട് ഞാൻ ചെന്നതാണ്. അമ്മ എന്തോ അമ്മ ഇന്ന് കറി വെക്കുന്നേ? ഒരു രണ്ട് ചെറിയ ചൂര കിട്ടിയിട്ടുണ്ട്. അതൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു. ചൂര മാത്രമേ ഉള്ളൂ? അല്ല, ചൂരയുടെ കൂടെ കഴിക്കാനായിട്ട് കപ്പയുണ്ടോ? ആദ്യം മീൻകറി വെക്കാം അല്ലേ? ശരി, എന്നാ മീൻകറി വെക്കുന്നത് കാണാം. അപ്പൊ സ്റ്റവ് കത്തിച്ച് അമ്മ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ അമ്മ ഒഴിക്കാൻ പോന്നെ? വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ മോനെ. എന്നാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേ. വെളിച്ചെണ്ണക്കകത്ത് മീൻകറി വെച്ച് ഉള്ളത്തുള്ളൂ അല്ലേ? അത് ശരി. ചട്ടി എണ്ണ ചൂടായില്ല അമ്മ, എന്തോടാൻ പോന്നെ? എണ്ണ ചൂടായിട്ട് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. അത് ശരി. എണ്ണ ചൂടായിട്ടുണ്ടമ്മേ, കടുക് ഇട്ടു. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. വെള്ളത്തിന്റെ മയം ഉണ്ടായിരുന്നേ? ചട്ടുകത്തിരുന്നത്. എന്തൊക്കെയാ അമ്മ ഇടാൻ പോന്നെ? മോനെ ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ഉള്ളി അരിഞ്ഞതുണ്ട്. എല്ലാം കൂടി ഇനി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം അല്ലേ? ഇട്ട് കൊടുത്തു. അമ്മേ, നമ്മൾ ഈ മീൻകറിക്ക് കടുക് ഇട്ട് കൊടുത്തില്ലേ? എല്ലാ നാട്ടിലും ഉണ്ടല്ലോ ഈ മീൻകറിക്ക് കടുക് ഇടാറില്ല. ചിലയിടത്തൊക്കെ കടുക് ഇടാറുള്ളൂ. അത് കടുക് ഇടുന്നവരുമുണ്ട്, ഇടാത്തവരുമുണ്ട്. ഈ കടുകിട്ട് മീൻകറി വെക്കാത്തവരുണ്ടെങ്കിലേ കടുകിട്ട് ഒരു പ്രാവശ്യം ഒന്ന് വെച്ച് നോക്കട്ടെ അല്ലേ? അതിന്റെ രുചിയും എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. പലതിനും പല രുചികളല്ലേ അല്ലേ മേ? ഇഞ്ചി ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ഒരുമാതിരി ഒന്ന് ചുമന്ന് വന്നിട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഈ മുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു 3 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടി അല്ലേ? എരിവുള്ളതാ. ഇട്ട് കൊടുത്തു. ഈ മുളക് പൊടി ഒന്ന് മൂത്തിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. മുളക് പൊടി ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അമ്മ, കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ അതിനൊരു അളവില്ലേ? ഒരു ചെറിയ കപ്പിന് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ആണോ? അതെ. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒഴിക്കാം. പിന്നീട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടു. ഇനി ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടു. ഇത് തിളച്ചു. തിളക്കട്ടെ മോനെ. ഇനി അടുത്തത് കൊണ്ടുവരിക. ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ടു. ഇനി ഒരു 3 കഷ്ണം കുടംപുളി ഉണ്ട്, അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നല്ല പുളിയുള്ള പുളിയാ കേട്ടോ. ഇനി ഒരു 2-3 തണ്ട് കറിവേപ്പിലയുണ്ട്, അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ കറിവേപ്പിലയാ ഈ പ്രാവശ്യത്തെ ഉണക്കിന് ഉണ്ടാകാതിരുന്നേച്ചുണ്ടായതാ, ചിരിച്ചിരേ ഉള്ളൂ. മസാല തിളച്ചു. ഇനി മീൻ അങ്ങോട്ട് പറക്കി ഇട്ട് കൊടുക്കാം. വെള്ളം കുറച്ചുകൂടെ വേണ്ടി വരുമോ അമ്മേ? കുറച്ച് വെള്ളത്തിന്റെ ആവശ്യം കൂടെ ഉണ്ട്. ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമൊന്നുമില്ല അമ്മേ. ഇല്ല. ഈ മീനൊന്ന് നികന്ന് കിടന്നാൽ മതി. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലേ? മുളക് പൊടിക്കൊക്കെ നല്ല കളറുണ്ട് കേട്ടോ. ഒരു പൊടി വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇല്ല, ചിലപ്പോ ഉണ്ടല്ലോ വെന്ത് വരുമ്പോ ചാറ് കാണത്തില്ല. കപ്പയൊക്കെ തിന്നണ്ടല്ലേ? പിന്നെ ഇനി നമ്മുടെ മീൻകറി അവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോഴത്തേനും നമുക്ക് കപ്പയൊക്കെ ഒന്ന് റെഡിയാക്കാം. മീൻകറി വെന്തോന്ന് നോക്കിയാമേ? വെന്തിട്ടുണ്ട് മോനെ. അടുത്ത പരിപാടി നോക്കൂ. നമുക്ക് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കണം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, താമസിക്കണ്ട. വെളിച്ചെണ്ണയോടെ ചെന്നെങ്കിലേ ഉണ്ടല്ലോ ആ മീൻകറിക്ക് ഒരു ടേസ്റ്റ്. മതി. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ആഹാ, നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനിയും കപ്പയും കൂട്ടി ഒരു പിടിയും അങ്ങോട്ട് പിടിക്കണം. ചൂരക്കറിയും കപ്പയും. 1 കിലോ പച്ചക്കപ്പയ്ക്ക് 50 രൂപ വില. ചിലയിടത്ത് 40 രൂപ ഉള്ളമ്മേ. കണ്ടത്തിന്നൊക്കെ വാങ്ങിക്കാമെങ്കിൽ ഇച്ചിരി കുറഞ്ഞിരിക്കും. കണ്ടത്തിന്ന് മേടിച്ചാൽ 40 രൂപയ്ക്ക് കിട്ടും. അല്ലാതെ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ 50 രൂപയും കൊടുക്കണം. കപ്പ കുഴച്ച് വയ്ക്കല്ലേ? കപ്പ കുഴച്ച് വേവിച്ചതും നല്ല ചൂരക്കറി. എല്ലാം വളരെ പെട്ടെന്നുള്ള പരിപാടിയാണ്. കപ്പയൊക്കെ വേവിച്ച് മസാലയിട്ട് ഇളക്കാനുള്ള പരിപാടിയിലാണ് അമ്മ. നമുക്ക് ചോദിച്ചു നോക്കാം. കപ്പ ഇളക്കാറായില്ലേ? ഇളക്കാറായി മോനെ, ഇളക്കാൻ തുടങ്ങുക. ഈ കപ്പയ്ക്കകത്ത് എന്തൊക്കെയാ മസാല ഇട്ടേക്കുന്നത് അതൊന്ന് പറഞ്ഞു തന്നെ. അത് വെളുത്തുള്ളി, കാന്താരി, മഞ്ഞപ്പൊടി, തേങ്ങ ഇതെല്ലാം കൂടെ ചതച്ചിട്ടു. ഉപ്പില്ലേ? ഉപ്പ്. എന്നാ പിന്നെ ഇളക്കി തുടങ്ങിക്കോ. ഇളക്കിക്കോട്ടെ.
ഈ പറഞ്ഞ പോലെ ഈ കപ്പയുണ്ടല്ലോ ഒരല്പം വേവ് കുറവുള്ളാന്ന് തോന്നുന്നു കേട്ടോ. ആന്നു ഒത്തിരി വേഗാത്തൊന്നുമില്ല കേട്ടോ, വേഗുന്നതാ. പൊടിയില്ല എന്നേ ഉള്ളൂ. പൊടിയില്ലെന്നേ ഉള്ളൂ, നല്ലപോലെ വേഗുന്ന കപ്പയാ അല്ലേ. അതെ. കപ്പത്തുടുപ്പയിലെ കപ്പ വടിച്ചെടുത്ത് തിന്നണമെന്നാ. ആ തുടുപ്പേന്ന് കപ്പ തിന്നുന്നതിന് ഒരു പ്രത്യേക രുചിയാമേ. അത് കൊച്ചിലേ അല്ലായിരുന്നോ? ഇപ്പോഴായാലും കുഴപ്പമൊന്നുമില്ല. എന്നാ ചൂടോടെ കപ്പ വിളമ്പിക്കാമേ. ശരി, ഇട്ടോ ഇട്ടോ, കപ്പ ഇട്ടോ, കുറച്ച് മതി. ഇനി ഈ കപ്പയുടെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി മീൻകറി ഒടിഞ്ഞിട്ടെടുത്താമേ, നമ്മുടെ ചൂരക്കറിയും കുഴച്ച കപ്പയും കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിക്കട്ടെ. നല്ല കുടംപുളിയൊക്കെ ഇട്ട് നല്ല അടിപൊളി ചൂരക്കറി. ആ കൂരി ഇങ്ങോട്ട് കപ്പയുടെ മണ്ടയ്ക്ക് വിട്ടിട്ടെ, ഒഴിച്ചു. മതി. ഇച്ചിരി ഗ്രേവിയുടെ കൂരിയിട്ട് മതി. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഉടനെ തന്നെ നല്ലൊരു വീഡിയോയിൽ ഉടനെ തന്നെ വരുന്നതാണ്. തൽക്കാലത്തേക്ക് ബൈ.